ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് നമ്മുടെ ഈവനിങ്. ഓക്കെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പ്രസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പിന്നെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഒരു പ്രസന്റേഷൻ നിർമ്മിക്കാം എന്ന വിഷയത്തിലുള്ള ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ എന്നില്ലത് അറിയില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ഒരു ആഡ് അല്ലെങ്കിൽ ഈ ഒരു പരസ്യം 2 ദിവസം മുമ്പാണ് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വേർഡ് നേരത്തെ കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ആ പ്രസി എന്നുള്ള വേർഡ് ഒന്ന് ചാറ്റ് ചെയ്യാം. നേരത്തെ കേട്ടിരിക്കുന്ന ആളുകൾ പ്രസി എന്നുള്ള വേർഡ് ഒന്ന് ചാറ്റ് ചെയ്യുക, ഇല്ലാത്തവർ നോ എന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും. ഇതുവരെ കേൾക്കാത്ത ആളുകളാണെങ്കിൽ നോ എന്ന് ചാറ്റ് ചെയ്യുക. ഇതുവരെ കേട്ടിട്ടുണ്ട്, പിന്നെ എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ആളുകൾ മാത്രം പിന്നെ പ്രസി എന്ന് ചാറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ എത്രത്തോളം ആളുകൾ ഇതുമായിട്ട് പരിചയം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാം വെക്കേണ്ട. കാരണം ഇങ്ങനത്തെ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റർ പിന്നെ പ്രസന്റേഷൻ നടത്തുന്നതായിട്ട് ഒരു ഫ്രീ വെബിനാർ ആയിട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇത് എത്രത്തോളം ആളുകൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളത് പിന്നെ കൂടി നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പൊ നമ്മൾ ആ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ചാറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാരണം നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിക്ക് നമ്മളൊരു സ്പെഷ്യൽ വെബിനാർ അനൗൺസ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. പൊതുവെ ഞാൻ ഈ ഒരു വെബിനാർ ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു ആശയത്തിൽ നിന്ന് അത് ആളുകൾ യൂസ് ചെയ്യാൻ സാധ്യതയില്ല, അതേ സമയത്ത് ആളുകൾക്ക് വലിയൊരു സാധ്യത കൂടിയാണ് എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം പോസ്റ്റർ അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ച 2 ദിവസം മുമ്പ്. പക്ഷെ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ആ ഗ്രൂപ്പിലേക്ക് മാത്രമായിട്ട് തന്നെ 100ഓളം ആളുകളാണ് ഇരച്ചു കയറിയത്. ഇന്നിപ്പോ ഇവിടുത്തെ പ്രാതിനിധ്യം അതിൽ കുറവാണെങ്കിലും ഇതെന്തോ ഒരു കൗതുകം ഉള്ളത് കൊണ്ടായിരിക്കാം കയറിയത്. എന്താണെങ്കിലും ആ കൗതുകം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ലൈവായിട്ട് തന്നെ നോക്കാം. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് 1-2 ആളുകളാണ് പ്രസി എന്ന് ചാറ്റ് ചെയ്തത്, ബാക്കിയുള്ളവരൊക്കെ പിന്നെ നോ എന്നാണ് ചാറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. ഓക്കെ, എനിവേ, അപ്പൊ അതൊരു സന്തോഷമാണ്. നമുക്കൊരു പുതിയൊരു സംഗതി പഠിക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും പിന്നെ നമുക്കൊക്കെ അറിയാം, നമ്മളൊരു വിഷ്വൽ ക്ലാരിറ്റിയോട് കൂടി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സ്വീകാര്യത പെട്ടെന്നുണ്ടാവും. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഏതൊരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓഡിയൻസിന് മുമ്പിലേക്ക് പോകുന്ന സമയത്തും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആളുകൾ നമ്മളിൽ നിന്ന് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു 50%-ഉം കൺവിൻസ് ആവും. ആ കൊണ്ടുപോകുന്ന സംഗതി എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് പ്രസന്റേഷൻ കൂടി ചെയ്യാൻ പറ്റുന്നു എന്നതിനനുസരിച്ചിരിക്കും. പ്രസന്റേഷൻ ഉണ്ടായാലും പോരാ, അത് ഒരു സാധാ രീതിയിലുള്ള ഒരു കുഞ്ഞാപ്പ് സ്വഭാവത്തിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു തട്ടിക്കൂട്ട് സ്വഭാവത്തിലാണ് നമ്മൾ ആ പ്രസന്റേഷൻ പിന്നെ ചെയ്യുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് അതിനേക്കാൾ നല്ലതെന്നാണ് നമുക്ക് പറയേണ്ടത്. കാരണം അത് അതിന്റെ എല്ലാ എഫക്റ്റും കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുക. ഇയാൾ എന്ത് വലിയ ആശയമാണ് പറയുന്നെങ്കിലും, എന്ത് വലിയ പ്രൊജക്റ്റാണ് അവതരിപ്പിക്കുന്നെങ്കിലും അതിന്റെ ആ പ്രസന്റേഷൻ മോശമാണെങ്കിൽ, അത് ഒരു സാധുവാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഒരു ഇമ്പാക്ട് നശിക്കും. അതേ സമയത്ത് നമ്മളൊരു വലിയൊരു വിഷയത്തെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ വളരെ പിന്നെ പ്രൗഡായിട്ട് നമ്മളുടെ ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മളൊരു നമ്മുടെ LED വാളോ അല്ലെങ്കിൽ പ്രൊജക്ടറോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സ്മാർട്ട് ടിവിയോ ഓൺ ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രസന്റേഷന്റെ ഫസ്റ്റ് സ്ലൈഡ് അല്ലെങ്കിൽ 2 സ്ലൈഡ് ഓഡിയൻസിലേക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഒരു പവർഫുൾനെസ് യഥാർത്ഥത്തിൽ ആ പരിപാടിയെ തീർച്ചയായും ബാധിക്കും, അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല, ആ ഓഡിയൻസിനെ നമുക്ക് കയ്യിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷനിലൂടെ കഴിയും. അപ്പൊ നമ്മൾ എന്താണ് ഓഡിയൻസിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യാനും അതിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പിന്നെ സമർപ്പിക്കുവാനും നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഇത് നമ്മുടെ ടീച്ചേഴ്സ് മേഖലയിലാണെങ്കിൽ ടീച്ചിങ് മേഖലയിൽ ഒരു പാഠഭാഗം അല്ലെങ്കിൽ അവർ ക്ലാസ് എടുക്കണം വിചാരിക്കുന്ന ഒരു ടോപ്പിക് ആവാം, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന് മുമ്പിൽ ഒരു വിഷയം ആവാം, ഒരു ബിസിനസ് മേഖലയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് പ്രസന്റേഷൻ ആവാം. ഏത് മേഖലയിലും നമുക്ക് എത്രത്തോളം ഭംഗിയായിട്ട് ആ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. അപ്പോൾ ആ പ്രസന്റേഷനിൽ പ്രധാനമായിട്ടും 2-3 ഘടകങ്ങൾ നമുക്കൊക്കെ അറിയാം.
അതൊന്ന് പറയുന്നത് ആ പ്രസന്റേഷൻ സ്കില്ലാണ്. അതായത് ട്രെയിനറുടെ പ്രസന്റേഷൻ സ്കില്ലാണ് അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അവരിയ്ക്കുന്ന ആംബിയൻസും ആ അറ്റ്മോസ്ഫിയറും തന്നെയാണ്. കാരണം അതൊരു നല്ല സുഖകരമല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലാണ്, ആംബിയൻസിലാണ് അത് ആ പ്രസന്റേഷൻ നടത്തുന്നെങ്കിൽ പ്രസന്റേഷൻ എത്ര നന്നായിട്ടും പ്രസന്റർ എത്ര പ്രസന്റ് ചെയ്യുന്ന ആൾ എത്ര പിന്നെ ഉഷാറായിട്ടും കാര്യം ഉണ്ടാവില്ല, അത് ആളുകളിലേക്ക് വേണ്ടത്ര എത്തും. മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ ആ പ്രസന്റേഷൻ ഉപയോഗിക്കുന്ന ടൂളുകൾ, ടെക്നിക്കൽ ടൂളുകൾ എത്രത്തോളം അഡ്വാൻസ് ആണ് എന്നതും കൂടി അതിലൊരു നിർണായക ഘടകമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഒരു പ്രസന്റേഷൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരുപാട് നമുക്കൊക്കെ അറിയാം. PPT ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, പവർ പോയിന്റ് പ്രസന്റേഷൻ. മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ MS എന്നൊന്ന് ചാറ്റ് ചെയ്യുക. മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾ MS, മൈക്രോസോഫ്റ്റിന്റെ ഷോർട്ട് ആയിട്ടുള്ള MS ഒന്ന് ചാറ്റ് ചെയ്യുക. ജസ്റ്റ് PPT യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, സ്വന്തമായിട്ട് PPT ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളൊന്ന് ജസ്റ്റ് ഒരു MS ചാറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ PPT ഉണ്ടാക്കുന്ന ആളുകളാണ് ഇതിൽ കുറെ ആളുകൾ എന്ന് മനസ്സിലാകുന്ന MS. ഇതുവരെ ഒരു PPT ഉണ്ടാക്കാൻ ആളുകൾ ജസ്റ്റ് 1 എന്ന് ചാറ്റ് ചെയ്താൽ മതി. ഇതുവരെയും ഒരു PPT സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് 1 ചാറ്റ് ചെയ്യാം. സ്വന്തമായിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പിന്നെ ഒരു റിസ്ക് ആണ്, അല്ലെങ്കിൽ അതൊരു ഉണ്ടാക്കൽ നമ്മളെ കൊണ്ട് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ 1 ചാറ്റ് ചെയ്യുക. ഓക്കെ, 1 ചാറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കാൻ കാരണം നമുക്കൊക്കെ ആവശ്യമുണ്ട് ഉള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം ബോധ്യമാക്കുക. ഇനിയിപ്പോ ഈ പിന്നെ അടുത്തൊരു ചോദ്യം, ഇനിയിപ്പോ MS എന്ന് ചാറ്റ് ചെയ്ത ആളുകളോടാണ് എൻ്റെ അടുത്ത ചോദ്യം ഉള്ളത്. നിങ്ങൾക്ക് ഒരു വിഷയം, നിങ്ങൾക്ക് ഇതാ ഇപ്പോ നിങ്ങൾ പ്രസന്റേഷൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് വിചാരിക്കുക. നിങ്ങൾക്കൊരു പുതിയതായിട്ടൊരു വിഷയം തരുന്നു. നിങ്ങൾക്ക് എത്ര സമയം അതൊരു പിന്നെ പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഒരു തട്ടിക്കൂട്ടൊന്നല്ലാതെ ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ട് നമ്മൾക്ക് അത് ഒരു ഓഡിയൻസിന് മുമ്പിൽ അവതരിപ്പിക്കാൻ എത്ര ടൈം വേണ്ടി വരും? ഓക്കെ, ഞാനിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് 10 മണിക്ക് രാവിലെയാണ് നിങ്ങളെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് നിങ്ങളോട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ നിങ്ങളോട് പറയാണ് പ്രസന്റേഷൻ 10 മണിക്കാണ് പറയുന്നത്. നിങ്ങൾ എത്ര മണിക്ക് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? നാളെ 10 മണിക്കാണെങ്കിൽ അത് പറയാം, അന്ന് ഉച്ചക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പറയാം, അല്ല ഒരു ദിവസം ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം. എത്ര ദിവസം വേണ്ടി വരും, എത്ര മണിക്കൂർ വേണ്ടി വരും നിങ്ങൾക്ക് അതിന്റെ ഒരു പെർഫെക്ഷനിൽ ചെയ്യാൻ? വെറുതെ തട്ടിക്കൂട്ടി ചെയ്യാൻ ചിലപ്പോൾ അധികം സമയം വേണ്ടിയില്ല. നിങ്ങൾക്ക് വേണ്ടി വരുന്ന ടൈം എത്രത്തോളം? ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് വേണ്ട ടൈം അത് പിന്നെ പുതിയ ടൂളുകൾ, പുതിയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സമയം പിന്നെ നേരത്തെ അത്രയും വേണ്ട. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ട ടൈമാണ് ഞാൻ ചോദിക്കുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഓക്കെ 1 to 2 എന്ന് പറയുന്നുണ്ട്. ഇർഫാൻ നൗഫൽ, കബീർ സാറ് 4 to 5 hours സമയം പറയുന്നുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈവായിട്ട് ഇതിൽ റെസ്പോണ്ട് ചെയ്യണേ. 20 ആളാണ് ഉള്ളത്. 20 ആളും നിങ്ങൾ ലൈവായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. കാരണം നിങ്ങൾ കുറെ ആളുകൾ ഇത് ഉത്ബോധന പ്രഭാഷണം കേൾക്കുന്ന മാതിരി മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് എൻഗേജ് ചെയ്യിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ പിന്നെ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിച്ച് ഡിസ്റ്റർബ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ലൈവായിട്ട് ഓൺലൈനിൽ ഉണ്ടാവണം എന്ന് പറയുന്നതും നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ആക്റ്റീവ് ആവണം എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഓക്കെ, 2 days വേണം എന്ന് പറയുന്നത്. നോർമലി നമുക്ക് എത്ര വേണം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, പല സമയമാണ് നമുക്ക് കിട്ടിയത്. 2 days മുതൽ 1 hour മുതൽ 2 days വരെയുള്ള സമയം എടുത്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റുക. എന്നെ നെക്സ്റ്റ് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിൽ കിടക്കാം. ഇങ്ങനെയൊക്കെ സമയം കിട്ടിയാൽ നമുക്കിത് എത്രത്തോളം കോൺഫിഡൻസോട് കൂടി ഇത് വേറെ ആരും ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ സാധാരണ ചെയ്യാത്ത രീതിയിൽ, ഓഡിയൻസിനെ നെട്ടിക്കുന്ന രീതിയിൽ ഇതൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നില്ല. പലപ്പോഴും നമ്മളുടെ പല പരിമിതികളും അതിനെ ബാധിക്കും എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ടെക്നിക്കൽ എക്സ്പെർട്ട് ആവില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ടൂളുകളെല്ലാം ഉപയോഗിച്ചിട്ട് പ്രസന്റേഷൻ ചെയ്യൽ വലിയ റിസ്ക് ആണ്. രണ്ടാമത്തത്, നമുക്ക് ടൈം ഒരു വിഷയമാണ്. ടൈം നമുക്ക് ഇതിനു വേണ്ടി കൂടുതൽ സമയം നീക്കി വെക്കണ്ടാവില്ല. മൂന്നാമത്തത്, നമുക്ക് ലാംഗ്വേജ് സ്കില്ല് ചിലപ്പോൾ വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മളൊരു പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് ഒരു വേർഡെങ്കിലും അതിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതോടുകൂടി ഇയാളുടെ പ്രസന്റേഷന്റെ കാറ്റ് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തൊരു വേർഡിന്റെ സ്പെല്ലിങ് നമുക്ക് ചിലപ്പോൾ തെറ്റാം. അങ്ങനെ തെറ്റിയാൽ പോലും ചിലപ്പോ നമ്മളുടെ ആ പ്രസന്റേഷൻ എല്ലാവർക്കും പോകും. അപ്പൊ അതുകൊണ്ട് അതിലെ ലെറ്റർ കറക്റ്റ് ആയിരിക്കണം, അതിന്റെ ഫോണ്ട് കറക്റ്റ് ആയിരിക്കണം, മാത്രമല്ല അതിന്റെ
സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം, ഗ്രാമർ ആളുകൾ നോക്കും. ആളുകൾ ഈ ഒരു പ്രസന്റേഷൻ കാണുമ്പോൾ ആദ്യം നോക്കുന്നത് നിങ്ങൾ പറയുന്നൊന്നാവില്ല, അതിലെവിടെയൊക്കെ തെറ്റുണ്ടെന്നില്ല അതാണ് ആദ്യം നോട്ട് ചെയ്യുക. നിങ്ങളൊരു സ്ലൈഡിൽ 20 സ്ലൈഡ് ഉണ്ട്, 20 സ്ലൈഡിൽ ഒരു 200 വേർഡ് ഉണ്ട്, 200 വേർഡും പെർഫെക്റ്റ് ആയി 201ാമത്തെ വേർഡ് മാത്രം തെറ്റിക്കഴിഞ്ഞാൽ അത് ആളുടെ മനസ്സിലുണ്ടാവും. അത് നല്ല വേർഡും കൂടിയാണെങ്കിൽ ഇയാൾക്ക് ഇതുപോലെ നോക്കാൻ അറിയില്ല എന്നാണ് ചോദിക്കുക. അപ്പൊ നമ്മുടെ എല്ലാ വിലയും പോകാനും ഈ ഒരു സ്ലൈഡ് മതി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്, നമുക്ക് ഇന്ന് ഈ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ, പിന്നെ ടൈമിന്റെ പ്രശ്നമില്ലാതെ, അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കിന്റെ പ്രശ്നങ്ങളില്ലാതെ, അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രോബ്ലംസ് മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു പ്രസന്റേഷൻ അതും കുറച്ച് പുതുമയുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് സാധ്യമാണോ എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പുതിയ സാധ്യതകളെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിൽ ഇന്ന് നമ്മൾ സമർപ്പിക്കുന്ന പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി പ്രസി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഈ പ്രസിയിലേക്ക് നേരെ കിടക്കുകയാണ്, സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് പേരിന്റെ ഫസ്റ്റ് പാർട്ട് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് ചാറ്റ് ചെയ്യോ? പേരിന്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് റിവേഴ്സ് ഓർഡറിൽ, അബി ആണെങ്കിൽ IBA എന്നൊക്കെ ചാറ്റ് ചെയ്യുന്ന പോലെ ഒരു റിവേഴ്സ് ഓർഡറിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യും. ആരൊക്കെ എത്തിയാ നോക്കട്ടെ. ഇവിടെ സിറാഹ് എത്തിയിട്ടുണ്ട്, പിന്നെ സാബ് എത്തിയിട്ടുണ്ട്, റീബക് എത്തിയിട്ടുണ്ട്, അൻബാസ്, അനീജ്, വേറെ ആരൊക്കെ ഉണ്ട്? പെട്ടെന്ന് അഫീർ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്വന്തം പേരാണ് ചോദിച്ചത്. നഫ്രി, മുംതാസ് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. റിവേഴ്സ് പറഞ്ഞത്. ഓക്കെ. അംലാസ്, ഹീഫർ, പുതിയ പേരുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, വെറൈറ്റി പേരുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. പ്രസി എന്നുള്ള സൈറ്റ്, prezi.com എന്നതാണ് ഈ സൈറ്റിന്റെ പേര്. ഇനി കുറെ കത്തിയടിക്കാൻ നിൽക്കുന്നില്ല, നേരെ നമുക്ക് വിഷയത്തിൽ കിടക്കാം. പ്രസി എന്ന് പറയുന്ന സൈറ്റ്, prezi.com എന്ന സൈറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് പ്രസി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രസി ടോപ്പ് AI പ്രസന്റേഷൻ മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഞാനിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുക ലോഗിൻ ചെയ്യാനായിരിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു ലിങ്ക് ഞാൻ അയച്ചു തരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് കയറണ്ട, ഞാനൊരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ ഗ്രൂപ്പിലേക്കും ചാറ്റിലേക്കും ഇപ്പോൾ ഒരു ലിങ്ക് ഇട്ടുതരാം. ആ ലിങ്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യും. ജസ്റ്റ് എല്ലാവരും ഒന്ന് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഗ്രൂപ്പിലേക്കും ചാറ്റിലേക്കും ഒരു ലിങ്ക് ഇട്ടുതരാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ അതിൽ എവിടെയാണ് ലോഗിൻ ഒന്നും തിരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഞാൻ അയക്കുന്ന ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ അത് ചാറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ സൂം ചാറ്റിലേക്കും അത് ഇപ്പൊ ഇട്ടുതരാം. ഓക്കെ, ഞാനിപ്പോ സൂം ചാറ്റിലും വാട്സാപ്പിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ ID വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യണം ആദ്യം ചെയ്യേണ്ടത്. അതായത് കണ്ടിന്യൂ വിത്ത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ അതിന്റെ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇവിടെ ക്രിയേറ്റ് വിത്ത് AI എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് വരിക. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്രിയേറ്റ് വിത്ത് AI എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഈ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യൽ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ ഓപ്പൺ ചെയ്യുക. അവിടെ ന്യൂ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്ലസ് ബട്ടൺ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3-4 രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് കൺവേർട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് വെയിറ്റ്. നിങ്ങൾക്ക് പ്രസി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഇന്റർഫേസ്. ഇന്റർഫേസിൽ നമുക്ക് പിന്നെ ഈ ഒരു പ്ലസ് ബട്ടണിനോട് കൂടി ന്യൂ പ്രസന്റേഷൻ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 രീതിയിലാണ് ഈ പ്രസന്റേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രസി നമ്മളെ അനുവദിക്കുന്നത്. അതൊന്ന് കൺവേർട്ട് പവർ പോയിന്റ് ആണ്. നമുക്ക് പവർ പോയിന്റ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ പവർ പോയിന്റ് ഇതിലേക്ക് പ്രസിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. രണ്ടാമത്തത് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറയുന്നതാണ്. ബ്ലാങ്ക് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലാങ്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഇതിന്റെ കുറെ ടെക്നിക്കൽ സംഗതികൾ അറിയണം. നമുക്കത് സ്കിപ്പ് ചെയ്യാം. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ഫ്രം ടെംപ്ലേറ്റ് ആണ്. ക്രിയേറ്റീവ് ഫ്രം ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ച ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി എഡിറ്റ് ചെയ്യാം. അതും പാടാണ്. അത് 3 കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക് ഉള്ളതാണ്. നമുക്ക് ആകെ എളുപ്പമുള്ള ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ നേരെ കിടക്കുന്നത്. ക്രിയേറ്റീവ് വിത്ത് AI എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് എടുക്കുന്നു. ഈ ഓപ്ഷൻ തന്നെ നമുക്ക് ക്രിയേറ്റീവ് വിത്ത് AI എന്ന് പറയുന്നത് ഗെറ്റ് സ്റ്റാർട്ട് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേക്ക് എ ഫുൾ പ്രസന്റേഷൻ ഇൻ മിനിറ്റ്സ് വിത്ത് പ്രസി AI എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ടോപ്പിൽ തന്നെ കാണും. നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആ വയലറ്റ് ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതേപോലെ നമുക്കൊരു പ്രസന്റേഷൻ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ പ്രോസസ്സ് കുറച്ച് പിന്നെ ടൈം എടുക്കുന്നതുകൊണ്ട് പിന്നെ ചിലപ്പോൾ ഒന്ന് ഡിലേ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ഓപ്ഷനാണ് നമുക്ക് മുന്നിലുള്ളത്. 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാർട്ട് ഫ്രം ഫയൽ. അത് നമ്മളെ ഒരു PDF അല്ലെങ്കിൽ ഒരു ഡാറ്റയോ ഉണ്ട് നോക്കുക. നമ്മളിപ്പോ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊരു തിസീസ് ആണെങ്കിൽ ആ തിസീസ് ആയിരിക്കും, അതിന്റെ PDF ആയിരിക്കും നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡോക്സ് ഫയൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒന്നും നോക്കണം, നേരെ ഈ ഫയല് അതിലേക്ക് സെലക്ട് ചെയ്താൽ മാത്രം മതി. അതിനാണ് സ്റ്റാർട്ട് ഫ്രം ഫയൽ. ഇനി അതല്ല, നമുക്ക് ഐഡിയാണ് മാത്രമേ നമ്മൾ എത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഐഡിയയിൽ നിന്ന് നമുക്ക് എങ്ങനെ തുടങ്ങണം എന്നുള്ളതും നമുക്ക് ഓപ്ഷൻ ഇവിടെ 2 ഓപ്ഷനാണ് AI നമ്മളെ മുന്നിൽ തുറന്നു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സ്റ്റാർട്ട് വിത്ത് ആൻ ഐഡിയ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ 2 ഓപ്ഷൻ നമുക്ക് പരിശോധിക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് വിത്ത് ആൻ ഐഡിയ, ക്രിയേറ്റ് ഫ്രം എ പ്രോംപ്റ്റ് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഐഡിയ കൊടുക്കാം എന്നുള്ളതാണ്. ഈ ഐഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വിഷയത്തിലാണ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഏത് വിഷയവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വിഷയം ഇവിടെ ചാറ്റ് ചെയ്യാണ് നിങ്ങൾ വേണ്ടത്. ഇതിന്റെ 2-3 മോഡ് നമുക്ക് ചെയ്യണം. അതിൽ പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കത്തിക്കുന്ന ഒരു ടോപ്പിക് നിങ്ങൾ എല്ലാവരും ചാറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ പ്രസന്റേഷൻ നടത്തണം എന്ന് വിചാരിക്കുന്ന ടോപ്പിക് ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രസന്റേഷനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു പ്രസന്റേഷനെ കുറിച്ച് എനിവൺ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ചാറ്റ് ചെയ്യുക. ഓക്കെ, ടോപ്പിക്ക് ചാറ്റ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്ക്, ജസ്റ്റ് ഹെഡിങ് മാത്രമേ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് വേറെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പിക്ക്, നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഡെപ്തിലേക്കൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു അത് ലോകത്തിൽ ഏത് വിഷയം ആവാം, നിങ്ങൾക്ക് ഇന്നത് എന്നുള്ള യാതൊരു കണ്ടീഷനും ഇവിടെ വെക്കുന്നില്ല. നിങ്ങൾക്ക് ഏത് വിഷയം ആവാം. ഹംസ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൊടുത്തു. എന്തും ആവാം, നിങ്ങൾക്ക് ഇന്നെന്നുള്ള ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾ സാങ്കല്പികമായിട്ടൊരു വിഷയം ഇട്ടാൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. ഹൗ ടു റെഡ്യൂസ് റോഡ് ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഹാരിസ് MT തിരുവേഗപ്പുറത്തുണ്ട്. ബാക്കിയുള്ളവർക്ക് എന്താണ് ഒരു പിന്നെ എന്താണ് ചാറ്റ് ചെയ്യാത്തതിന്റെ ചാറ്റ് ചെയ്യാനുള്ള മടി എന്താണ്? നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് ചാറ്റ് ചെയ്തൂടെ? ഏതെങ്കിലും ടോപ്പിക്ക് ചാറ്റ് ചെയ്യും. അതെല്ലാതും പ്രസന്റ് ചെയ്യണം എന്നല്ല, പക്ഷെ നമ്മളൊരു പിന്നെ കാര്യം പറയുന്ന സമയത്ത് അതിന് റെസ്പോണ്ട് ചെയ്യാന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഷയം നമ്മളിവിടെ പിന്നെ ലൈവായിട്ട് ഉണ്ടാവണം എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ 1 വേ ആയിട്ട് പ്രസന്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഷൻ അവിടെ നിന്ന് പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പൊ ആ സമയം നിങ്ങളെ നമുക്ക് ഫുൾ അറ്റൻഷനോട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചാറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ,
നമുക്കൊരു ഹൗ ടു റെഡ്യൂസ് റോഡ് ആക്സിഡന്റ് എന്ന് പറഞ്ഞൊരു വിഷയം എടുക്കാം. നമുക്കൊരു ഒരു അതിലൂടെ ഒരു അവയർനെസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കാര്യമാണല്ലോ. ഓക്കെ, മറ്റേത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ ഇതൊരു പുതുമ അയച്ചതിൽ ഒരു പുതുമയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അരിസിട്ട ആ ഒരു മെസ്സേജ് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പൊ ഈ വിഷയത്തിൽ ഇപ്പോ പ്രസി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ആണ് ഈ പറയുന്ന പിന്നെ ടോപ്പിക്കിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ഇപ്പൊ തന്നത്. ഈ ഇത്രയും സെക്ഷനിൽ ഇതിലൂടെ നമുക്ക് പിന്നെ ഒരു ഔട്ട്ലൈൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം, ഇതൊക്കെ തന്നെയാണ് ഇതിൽ വേണ്ടത്. അപ്പൊ നമുക്ക് തോന്നുന്നത് വേണ്ട, കട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്യണം, അങ്ങനെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം, ഈ ജസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ എടുക്കാം, കാരണം ഇതിലിപ്പോ ഒന്നും വേണ്ട. ഇനി ഇത് എന്തെങ്കിലും ടോക്കിംഗ് പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് പ്രസന്റേഷൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അത് പ്രസന്റേഷൻ ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചുട്ടെടുത്ത് കുറച്ച് സമയമാവും. അപ്പൊ ആ സമയം നമുക്ക് വെറുതെ കളയേണ്ടല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇപ്പോ മറ്റൊരു പേജിലേക്ക് പോകാം. ഓക്കെ, മറ്റൊരു പേജ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ചാറ്റ് ജി പി ടിയിലേക്കാണ് പോകുന്നത്. ചാറ്റ് ജി പി ടിയിലേക്ക് പോയിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാറ്റ് ജി പി ടി നമുക്ക് അറിയാം, നമുക്ക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ചാറ്റ് ജി പി ടി ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡെപ്തില്, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ടോപ്പിക്ക് മാത്രമേ കൊടുത്തുള്ളൂ, അതിൽ ഉള്ളിൽ എന്ത് വരണമെന്ന് AI ആണ് തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ പിന്നെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് നമുക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ജി പി ടിയോട് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുക. എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിവ് മീ സ്ക്രിപ്റ്റ് ഫോർ പ്രസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രസിക്ക് വേണ്ടിയിട്ട് തന്നെ സ്ക്രിപ്റ്റ് ചോദിക്കാം ചാറ്റ് ജി പി ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൽ ഉള്ളടക്കം നമുക്ക് എന്ത് ചെയ്യാം, ചില പോയിന്റ്സ് ഒക്കെ കൊടുക്കാം. അപ്പൊ ഒന്ന് ടോപ്പിക് കൊടുക്കുന്നത് ഇതാണ്. അപ്പൊ അതിൽ ഞാൻ എസ്പെഷ്യലി പിന്നെ റോഡ് ആക്സിഡന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്താണ്, നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റൊന്നും ഇതിൽ വിഷയം വരുന്നില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഐഡിയ വെച്ചിട്ട് സാധനം കൊടുത്താൽ മതി. അപ്പോ സ്ലൈഡിലേക്കുള്ള സ്ക്രിപ്റ്റ് സ്വഭാവത്തിലാണ് തരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി അതിൽ കണ്ടന്റിൽ നമുക്ക് ഇടപെടാനും അതുപോലെ തന്നെ കണ്ടന്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി പിന്നെ കിട്ടും. അപ്പൊ എന്തായി, നമുക്ക് കൃത്യമായിട്ട് ഒരു പിന്നെ ഐഡിയ കിട്ടിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഒരു ടോപ്പിക് കൊടുത്തിരുന്നു, അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ അത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് തിരിച്ചിവിടേക്ക് വരാം, എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കാം. അപ്പോൾ ഇപ്പൊ കണ്ടല്ലോ, നമുക്കൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതി ജസ്റ്റ് ചാറ്റ് ജി പി ടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളടക്കം കൂടി നിർണ്ണയിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ പ്രസന്റേഷൻ സത്യത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ കൗതുകമായിട്ട് തോന്നും, ഇതെന്താ ഈ കാണുന്നത് എന്നുള്ളത്. ഇത് ആണ് പ്രസി, സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് റോഡ് ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എക്സ്പ്ലോറിംഗ് എഫക്റ്റീവ് മെഷേഴ്സ് ടു എൻഹാൻസ് റോഡ് സേഫ്റ്റി ആൻഡ് മിനിമൈസ് ആക്സിഡന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് വേണ്ട പിന്നെ 4 ഡിസൈനുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രാഫിക്കിനെ കണക്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ഇപ്പൊ തന്നെ ഈ നമ്മൾ ഈ പ്രസന്റേഷൻ കൊടുത്തപ്പോ ഡിസൈൻ ചെയ്ത് വെച്ചൊരു പിന്നെ ഇൻട്രോ ആണിത്. അപ്പൊ നമുക്ക് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ കാർട്ടൂണൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നൂലേ. സാധാരണ PPTന്റെ ഒരു ഫസ്റ്റ് സ്ലൈഡും ഈ ഒരു കാർട്ടൂൺ സ്വഭാവത്തിൽ കാണുമ്പോൾ ഒരു കൗതുകം സ്വാഭാവികമായിട്ടും തോന്നും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിനുള്ള ഒരു സംഭവം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നേരെ അതിന്റെ ഒരു സെക്ഷനിലേക്ക് ഒരു ഫ്ലോ ആയിട്ട് ഒരു ഫ്ലോട്ട് ചെയ്തിട്ട് പോയി, അണ്ടർസ്റ്റാൻഡിങ് റോഡ് സേഫ്റ്റി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. ഇവിടെ എന്താണ് റോഡ് സേഫ്റ്റി, ഇപ്പൊ നേരത്തെ കാണാത്ത കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇവിടെ വന്ന്, അപ്പൊ ഇതൊക്കെ അതിൽ ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കും. ഓക്കെ, ഇവിടെ എന്താണ് റോഡ് സേഫ്റ്റി എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് ചെറിയ ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റിലേക്ക് വരികയാണ്. അടുത്ത ഓരോ സെഗ്മെന്റ്, ഞാൻ ഇപ്പൊ ഈ വിഷയം നമ്മുടെ ഏരിയ അല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് കാണിക്കാണ്. ഓക്കെ, അടുത്ത സെഗ്മെന്റിലേക്ക് വന്നു. അവിടെ പിന്നെ എന്തൊക്കെ ഘടകങ്ങളാണ് ആക്സിഡന്റിനെ പിന്നെ സ്വാധീനിക്കുന്നത്. അവിടെ ഡ്രൈവിങ്ങിന്റെ പ്രശ്നമുണ്ട്, സ്പീഡിന്റെ പ്രശ്നമുണ്ട്, പിന്നെ ഈ പിന്നെ
എന്താണ് പറയാ റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ വരാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. ഇനി ഓരോന്നോരോന്ന് എടുത്തു പരിശോധിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിലേക്ക് വന്നു. പിന്നെ അടുത്തൊരു സംഭവം, ക്രിട്ടിക്കൽ റോൾ ഓഫ് റോഡ് സേഫ്റ്റി അവയർനെസ് ഇൻ ആക്സിഡന്റ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. അവിടെ ഇതിന്റെ ഒരു എന്താണ് പറയാ ഇത് കൊടുക്കേണ്ട അവയർനെസ് കൊടുക്കേണ്ട ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയാണ്. ഇനി അതിന്റെ ഒരു റോഡ് മാപ്പ് തരുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫേസിൽ എന്ത് ചെയ്യണം എന്നുള്ളത്, ആദ്യം ഡാറ്റ കളക്ട് ചെയ്യണം, പിന്നെ അതിനനുസരിച്ചുള്ള ട്രാഫിക് റെഗുലേഷൻ പോളിസി പരിശീലിക്കണം, പിന്നെ അതിനുശേഷം ഇംപ്ലിമെന്റേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ്, അതുപോലെ തന്നെ പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ വേണം. അഞ്ചാമത്തത് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. എന്നിട്ട് അടുത്ത് പിന്നെ ടെക്നോളജി എങ്ങനെ ഇതിനെ സഹായിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ അതിനെ കൊടുത്ത് കാണിക്കുന്നുണ്ട്. അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകുന്നു. ഉണ്ടോ ഒരു രസമല്ല ഇതിന്റെ ഒരു പിന്നെ ഫ്ലോ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ചെയ്ത് തോന്നും. കാരണം ഇത് പിന്നെ എവിടെ നിന്നാണ് വരുന്നത് അറിയില്ല. ഒന്ന് അങ്ങോട്ട് സൂം ആയിട്ടും സൂം ഔട്ട് ആയിട്ടും ഇങ്ങോട്ട് പിന്നെ ഡ്രാഗ് ആയിട്ടൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഓക്കെ, അപ്പോ അതിന്റെ വിഷനും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഇപ്പൊ റോഡ് സേഫ്റ്റിയിൽ ഒരു സെഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ 2-3 മണിക്കൂർ 2 ദിവസമൊക്കെ നിലക്കിടുന്നത്? ഇത്രയും ഭംഗിയായിട്ട് ഈ വിഷ്വലും ഈ പ്രസന്റേഷൻ ഇവിടെ കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റേഷൻ കംപ്ലീറ്റ്, നമുക്ക് പറയേണ്ട വിഷയങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ പറയാൻ ഈ ഒരൊറ്റ ടൂള് വെച്ചിട്ട് കഴിയും എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റേഷൻ? നോർമൽ PPT കണ്ടതുപോലെ ഒരു ബോറിംഗ് ആയിരുന്നോ? അതല്ല നിങ്ങൾ ഈ ഒരു പ്രസന്റേഷൻ കുറെ ആളുകൾ ആദ്യമായിട്ടാണ് ഈ പ്രസി കാണുന്നത്, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്ത്? നമ്മളിപ്പോ ഈ സംസാരം തുടങ്ങി ഞാൻ ഈ പ്രസന്റേഷനിൽ കടന്നിട്ട് വെറും 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ആ 5 മിനിറ്റിനുള്ളിലാണ് നിങ്ങൾക്ക് ഈ പ്രസന്റേഷൻ ചെയ്തു തന്നത്. എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി, ഈ പ്രസന്റേഷന്റെ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഈ ആനിമേഷൻ തന്നെ ആളുകളെ കുട്ടികളെ ഓഡിയൻസിനെ ഒന്ന് പിടിച്ചിരുത്തുന്ന സംഗതിയാണ്. ഒരു സ്ഥിരമായിട്ട് ആ സ്ലൈഡ് ഇങ്ങനെ മാറി മാറി വരുന്ന ആ പഴഞ്ചൻ രീതിയിലൊക്കെ മാറിക്കൊണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ് 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 യെസ്. അപ്പൊ ഇതാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് AI നമുക്ക് തന്ന ഒരൊറ്റ ഫീച്ചർ മാത്രമാണ്. ആക്ച്വലി ഇതേപോലെ നൂറുകണക്കിന് ഫീച്ചേഴ്സ് ആണ് AI നമുക്ക് തരുന്നത്. ഇതെന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ലൈവ് അരമണിക്കൂർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സാധ്യത മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാനും ഇത് ചെയ്താനും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോ വന്നു. അതേ സമയത്ത് പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് നമ്മളുടെ പ്രൊജക്റ്റിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ ടീച്ചിങ് മേഖലയിൽ, ട്രെയിനിങ് മേഖലയിലൊക്കെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള നൂറുകണക്കിന് ടൂളുകൾ നമുക്ക് ഈ ഒരു മേഖലയിൽ തന്നെ കാണാൻ കഴിയും. ഈ പ്രസന്റേഷന്റെ വിഷയത്തിൽ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പിന്നെ പ്രോഗ്രാം പിന്നെ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത് മാത്രമല്ല ടൂൾ ഉള്ളത്, നമുക്കൊരു 5 അവർ സെഷൻ ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് ടൂളുകൾ എങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് പ്രസന്റേഷൻ മേക്ക് ചെയ്യാവുന്ന വിഷയത്തിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രസന്റേഷൻ വർക്ക്ഷോപ്പ് സ്വഭാവത്തിൽ ഓൺലൈനിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ, ഫർദർ ആയിട്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അങ്ങനെ ഒരു സംഗതിയിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പിന്നെ യെസ് ചാറ്റ് ചെയ്യാം. അതായത് ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞ ഒരൊറ്റ ടിപ്സ് മാത്രമാണ്. ഇതേപോലെ നമുക്കൊരു 5 hour സെഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര താല്പര്യമുള്ള എത്ര പേര് ഇതിലുണ്ട് എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഫ്യൂച്ചർ പ്ലാനുകൾ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. ആർക്കും താല്പര്യമില്ല എങ്കിൽ നമുക്കത് ഒഴിവാക്കും ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ഒരു ടൂൾ ആണെങ്കിൽ ഇതേപോലെ ഒരുപാട് ടൂളുകൾ ഉണ്ട്. ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് ടൂളുകൾ കാണാൻ കഴിയും. ഞാൻ ഇന്ന് ചിലപ്പോ ഒരുപക്ഷെ ഇതിന്റെ പ്രസിന്റെ എല്ലാ ടൂളിലേക്കും പോയിട്ടില്ലെങ്കിലും നിങ്ങളെ ഇനിയും ഞെട്ടിക്കുന്ന ടൂളുകൾ ഇതിന്റെ അകത്തുണ്ട്. അതൊരു അൺലോക്കിംഗ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് മറ്റു സമയത്ത് തരാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഫർദർ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, പിന്നെ മുന്നോട്ട് പോകാം. പിന്നെ ഞാനൊരു ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഇട്ടിരുന്നു. ഇപ്പോ ഇതില് ഉള്ള ആളുകളൊക്കെ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താണ്. നമുക്ക് കുറെ ആളുകൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മാത്രം വന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളുടെ ജസ്റ്റ് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ നന്നാവും. ഓക്കെ, ഞാൻ ആ ലിങ്ക് പിന്നെ മുകളിൽ ചാറ്റ് ചെയ്തിരുന്നു, അതൊന്നും കൂടി ഞാൻ ഇടുന്നുണ്ട്. ജസ്റ്റ് ആദ്യമായിട്ട് നേരെ ഈ സൂമിലേക്ക് എത്തിയ ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പിന്നെ പേര് ഒന്ന് എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഈ പ്രതിയുടെ കുറച്ചും കൂടി സാധ്യതകളിലേക്ക് നമുക്കൊന്ന്
സഞ്ചരിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രസീലിൽ നിന്ന് തന്നെ ബ്രസീലിനെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു സാധനം കൂടി ആണ് ഇനി നെക്സ്റ്റ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്രസീലിന്റെ ഒരൊറ്റ സാധനം മാത്രമാണ്. ബ്രസീലിന്റെ ലോകം തന്നെ നമുക്ക് ഒരുപാട് വെട്ടിപ്പിടിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് പോകാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നാണ് വിചാരിക്കുന്നത്. ഇനി അതല്ല, ഇതിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതന്നെ നിങ്ങൾക്ക് മതിയായതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഒരു ശബ്ദം പോയി. സംസാരത്തിനിടയിൽ പോകുന്നുണ്ടല്ലേ? ഓക്കെ, സോറി. ഓക്കെ, രണ്ടാമത് പറഞ്ഞ കേട്ടല്ലോ, റിയൽ ടൈം കൊളാബറേഷൻ ആണ്. മൂന്നാമത്തെ കാര്യം മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ആണ്. അതായത് നമുക്ക് വ്യത്യസ്ത ഓഡിയോ വീഡിയോ ഫയലുകൾ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അടുത്തത് ഓരോന്നും ജസ്റ്റ് ഒന്ന് വിശദീകരിക്കുകയാണ്. ഓക്കെ, അടുത്തത് അതിന്റെ ഒരു പിന്നെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ സൂമബിൾ ക്യാൻവാസ് ആണ്. നമുക്കിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പിന്നെ ഫ്ലോട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കാണാൻ ഭംഗി മാത്രമല്ല, നമുക്കൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു സമ്മറി നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ് തിരിച്ചു വരാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സെക്ഷൻ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിന്റെ അകത്തുക എങ്ങനെയാണെന്ന് പറയാം. വീണ്ടും അടുത്തൊരു സെക്ഷനിലേക്ക് പോകുമ്പോൾ അതിന്റെ കുറച്ചുകൂടി ആളുകൾക്ക് ഇത് ഒരു മൈൻഡ് മാപ്പിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയത് കാരണം നമുക്ക് മൈൻഡിലേക്ക് പെട്ടെന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഓരോന്നിന്റെയും ഒരു ശാഖയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ അടുത്ത ശാഖയിലേക്ക് പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, പിന്നെ മൊത്തത്തിൽ ഒന്ന് ബാക്കോട്ട് വരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ചും കൂടിയും മൈൻഡിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. കാരണം പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് സമ്മപ്പ് ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ കഴിയുന്നു എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. മൾട്ടിമീഡിയ എംബഡ് ചെയ്യുന്ന ഒരു കഴിവ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നൂറുകണക്കിന് കസ്റ്റമൈസബിൾ ടെംപ്ലേറ്റ്സ് ഇതിന്റെ അകത്തുണ്ട്. റിയൽ ടൈം കൊളാബറേഷൻ ഉണ്ട്, ആക്സസ് ഫ്രം എനി ഡിവൈസ് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഓരോന്നും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വേഗം പോവാം. ഓക്കെ, അടുത്തതിന്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് ഈ ഒരു പ്രസി യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പിന്നെ വ്യൂവറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്ന് എൻഹാൻസ്ഡ് എൻഗേജ്മെന്റ്, അതായത് ഓഡിയൻസിന്റെ അറ്റൻഷൻ പിന്നെ എന്ത് ചെയ്യാം, കുറച്ചുകൂടി പിടിച്ചു പറ്റാനും അതുപോലെ തന്നെ അവർക്കുള്ള ഡിസ്ട്രാക്ഷൻ കുറക്കാനും കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന് പിന്നെ ഓഡിയൻസിന് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു എഫക്റ്റ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. കാരണം അത് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ആ ലേഔട്ടിന്റെ പ്രത്യേകതകൾ, അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കിന്റെ ഒരു കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റും ഒരു ഡൈനാമിക് നോൺ ലിനിയർ എന്ന് പറയുന്ന ഒരു ഇതും, അതായത് ഒരു സ്ഥിരമായ ഒരു പാറ്റേൺ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എന്താണ് ഒരു പുതുമയുള്ള ഒരു രീതി സ്വീകരിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി കൗതുകം ഉണ്ടാവും എന്നുള്ളതാണ് ജസ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് പ്രസി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം സൈൻ ഇൻ ചെയ്യണം, അതിനുശേഷം ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യണം, ടെക്സ്റ്റും ഇമേജും വീഡിയോസ് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ മറ്റ് ഫീച്ചേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിലിപ്പോ ഒരു ഡിഫോൾട്ട് ആയിട്ട് ഒരു സാധനം തരുമ്പോൾ പോലും നമുക്ക് ഇരുന്നിട്ട് ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമൈസേഷന്റെ സാധ്യതകൾ കൂടി ഉണ്ട്. ഇനി എഫക്റ്റീവ് പ്രസന്റേഷന്റെ ചില ടിപ്സ് കൂടി പിന്നെ പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഓരോന്നും ഓരോ സെക്ഷൻ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഒരു വലിയൊരു ഓഡിയൻസിന്റെ മുന്നിലൊക്കെ കുറച്ചും കൂടി അവരെ നന്നായിട്ട് കയ്യിലെടുത്ത് മനോടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി കൂടെയാണ്. ഇനി അതിന്റെ ഒരു പിന്നെ കേസ് സ്റ്റഡികളൊക്കെ അവർ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ വേണം. ഓക്കെ, അപ്പൊ ഇതൊരു ഇന്നോവേഷൻ ആണ്. അപ്പൊ ആ നിലക്ക് ഇതിന്റെ സംഭവം കഴിഞ്ഞ് അപ്പോൾ ഇപ്പൊ നമ്മൾ ആ കണ്ട കുറെ വിഷ്വലിന്റെ ഉള്ളിലൂടെ നമുക്ക് കയറി ഇറങ്ങി തിരിച്ച് നമ്മൾ യാത്ര പോയി തിരിച്ചെത്തിയ ഒരു പ്രതീതി നമുക്ക് ഇതിലേക്ക് കിട്ടും. കാരണം ഫസ്റ്റ് എവിടെയാണോ വന്നത് അവിടേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സമ്മപ്പ് കൊടുക്കുവാനും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടേക്ക് തിരിച്ചു പോകാനും ഒക്കെ നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു സെക്ഷനിലേക്ക് മാത്രമായിട്ട് തിരിച്ചു പോയത് കണ്ടില്ലേ, അങ്ങനെ അവിടുന്ന് തിരിച്ചു വരാനും ഒക്കെ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ആർക്കെങ്കിലും സംശയം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ആവശ്യമായ സ്ഥലത്ത്
ഇതേപോലെ നമുക്ക് പോയി വരാം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രസിയുടെ ഒരു പ്രത്യേകത ആയിട്ട് ഉള്ളത്. നമ്മൾ ഇപ്പൊ നേരത്തെ പ്രസിയുടെ തന്നെ ഒരു അഡ്വാൻസ് സംഗതി പറഞ്ഞു, അല്ലെങ്കിൽ പ്രസന്റേഷന്റെ തന്നെ നമ്മളൊരു അഡ്വാൻസ് ലെവൽ പറഞ്ഞതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇത് പിന്നെ പ്രസന്റേഷന്റെ വിഷയത്തിൽ മാത്രമാണെങ്കിൽ ഇതേപോലെ ഒരു 5-6 മൊഡ്യൂളുകൾ ഉൾപ്പെടുത്തി നമ്മൾ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾ ഇതിൽ എത്തിയിട്ടുണ്ട്, നേരത്തെ അറ്റൻഡ് ചെയ്ത ആളുകൾ ഇതിലുണ്ട്. ഒരുപക്ഷെ അവർ അതിനെ കുറിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കും. അതായത് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സമയത്ത് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-day റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് ഇതിനു വേണ്ടി മാത്രമായിട്ട് AI എങ്ങനെ നമ്മളുടെ സെൽഫ് ബ്രാൻഡിങ്, ബിസിനസ് ബ്രാൻഡിങ്, നമ്മുടെ പേഴ്സണൽ സ്കില്ല്, അതുപോലെ തന്നെ നമ്മളുടെ തന്നെ കരിയറിലുള്ള സ്കില്ല് കൂട്ടാൻ, അതിലൂടെ പുതിയ പിന്നെ സ്കില്ലിലേക്ക് കടന്നു വരാൻ എങ്ങനെ AI നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ മാത്രമായിട്ടൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി അത് 4 സീസൺ കഴിഞ്ഞതാണ്. 5ാമത്തെ ടെക് കഫേ 5.0 എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് ഒക്ടോബർ 10-12 കോഴിക്കോട് യൂത്ത് ഫെസ്റ്റിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ഇതെല്ലാം ചേർത്ത ആ ഒരു പിന്നെ പ്രസന്റേഷന്റെ ഒരു മൊഡ്യൂൾ ആണെങ്കിൽ ഇങ്ങനെയുള്ള 5ഓളം സെഗ്മെന്റുകളാക്കി തിരിച്ചുകൊണ്ട് അതിൽ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ലൈവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ക്യാമ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ നേരത്തെ ഇതിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ, ചില ആളുകൾ ഇതിൽ കാണുന്നുണ്ട്. ആരിസ് കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്താണ്. ആരിസ് ചിലപ്പോൾ അതിനെക്കുറിച്ച് പറയും. അന്ന് കഴിഞ്ഞ വർഷം ഇതിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് കിട്ടിയതിന്റെ ഒരു 10x മടങ്ങ് 10 മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള ടൂളുകൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും പവർഫുള്ളായ സംഗതികൾ നമ്മളെടുത്ത് ഈ ഇത്രയും വിഷയത്തിൽ 2 വർഷത്തെ AI മേഖലയിലുള്ള 200ഓളം സെഷന് കൈകാര്യം ചെയ്തതിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഈ വിഷയത്തിൽ തന്നെ റിസർച്ച് നടത്തിയതിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് സംഗതികൾ നമുക്ക് പിന്നെ ഇതേപോലെ ഇതിനേക്കാൾ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കൈക്കലാക്കാൻ പറ്റുന്ന മാന്ത്രിക വിദ്യകൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് ഒക്ടോബർ 10-12 ആ ഒരു പ്രോഗ്രാമിലേക്ക് കൂടി നിങ്ങളെ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു സമ്മറി കൂടി കണ്ടിട്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. അത് ഞാൻ പ്രസിയുടെ മറ്റൊരു ഇന്നോവേറ്റീവായ ഒരു ടൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് പിന്നെ സ്ക്രീന് ഇപ്പൊ വിസിബിൾ ആണോ? ഏതെങ്കിലും സ്ക്രീൻ? ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. അതിലൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിൽ. പിന്നെ ഓക്കെ ഓക്കെ കാണുന്നുണ്ടല്ലോ. ഇത് നമുക്ക് പിന്നെ ഒരു ഓൺലൈൻ സെഷനാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിയൽ ടൈമിൽ നമുക്ക് ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ടൂളുകൾ ഇതിന്റെ അകത്തുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സംഭവം ജസ്റ്റ് ഓഡിയൻസിന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പിന്നെ വേറൊരു പാറ്റേണിൽ നമുക്കിത് ചെയ്യാം.
അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ നമുക്ക് വരും. ഇതേപോലെ ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. ആ ടൈപ്പ് ചെയ്ത സംഗതികൾ നമ്മളെ മുഖം വെച്ചിട്ടും മുഖം ഇല്ലാതെയും സൈഡിലേക്ക് മാറ്റിയിട്ടൊക്കെ നമുക്ക് പ്രസന്റേഷനിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, റിയൽ ടൈം ആയിട്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ പ്രസന്റേഷൻ പ്രസീഡ് ഉണ്ടാക്കിയ പ്രസന്റേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് അതിന്റെ ഇൻഡെപ്തിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരികയാണ്. ഇപ്പൊ നമുക്കൊരു ഇമേജ് സ്ക്രീനിലേക്ക് ഷെയർ ചെയ്തിട്ടൊക്കെ ഇത്തരത്തിൽ പ്രസന്റേഷൻ നമുക്ക് നടത്താം. ഓക്കെ, പ്രസന്റേഷൻ നമ്മൾ ഫ്രീ വേർഷനിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യാനും യെസ് പറ്റും. ഓക്കെ, പറ്റുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീ വേർഷനിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതിപ്പോ ഫ്രീ വേർഷനിൽ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന് കുറെ അഡ്വാൻസ് ലെവലിലേക്ക് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഏതെങ്കിലും ഒരു ടൂള് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ എവിടെ എത്തൂല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഐഡിയ മാത്രം കാണിച്ചതാണ് ഞാൻ. പിന്നെ അങ്ങനെ കുറെ അധികം ഫീച്ചേഴ്സ് ഇതിന്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ സെഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇതിന്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഞാനൊരു ലോഗോ ഷെയർ ചെയ്യാം. ഇത് എന്തിനാണെന്നുള്ളത് പറയാൻ പറ്റുമോ? സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന്റെ ലോഗോ എന്താണെന്നുള്ളത് ചാറ്റ് ചെയ്യാം. എന്താണ്? ലോഗോ എന്തിന്റെ ആയിരുന്നു? ഒരു AI ആപ്പിന്റെ ലോഗോ ആണ് കാണിച്ചിരുന്നത്. എത്ര ആൾക്ക് മനസ്സിലായി? ആരും ചാറ്റ് ചെയ്യുന്നില്ലേ? അറിയാത്തോണ്ടാണോ? അതെ, അവരോടെ കാണിച്ചല്ലേ? എവിടെയോ ഒരൂട്ടം കാണിച്ചില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല, ഓർക്കുന്നില്ല. ഓക്കെ. ആ, ഞാനിപ്പോ ചാറ്റിലേക്ക് ഷെയർ ചെയ്യാം. ഇതാണ് ഞാൻ ചോദിച്ചിരുന്നത്, ഈ ലോഗോ. കിട്ടിയോ? ഓക്കെ, ഞാൻ ഒരു മിനിറ്റ് സമയം തരാം. ഇതെന്തിന്റെ ലോഗോ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോ പിന്നെ ഏത് സംവിധാനം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ആരാണ് ഇപ്പൊ ആർക്കും ഇത് ഈ ലോഗോ അറിയില്ല. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇതെന്ത് ലോഗോ ആണെന്ന് നിങ്ങൾക്ക് ഏത് സെർച്ച് ബട്ടർഫ്ലൈ ചെയ്യുന്നല്ല, കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈ ഒക്കെ തോന്നും. പിന്നെ ഇത് ഏത് ലോഗോ ആണെന്ന് നിങ്ങൾ ആരാണ് ആദ്യം ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇനി ഡിവൈസ് യൂസ് ചെയ്തിട്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടെത്താം. കണ്ടെത്തിയതിനു ശേഷം അല്ല ചാറ്റ് ചെയ്താൽ മതി. ആരാണ് ആദ്യം കണ്ടെന്ന് നോക്കട്ടെ. സെർച്ച് ചെയ്തിട്ടോ ഏതെങ്കിലും AI ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടെത്താം? ചാറ്റ് ചെയ്തോളൂ. ഇപ്പൊ സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. യെസ്, ആയിഷ, കൺഗ്രാറ്റ്സ്. ആയിഷ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് എന്നല്ല ഇർഫാൻ. ഫർസാന ഗൂഗിൾ AI അല്ല, ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നാണ് അതിന്റെ പേര്. അതായത് നമുക്കൊക്കെ അറിയാം, AI മേഖലയിലേക്ക് ഗൂഗിൾ അത്ര മുന്നിലായിരുന്നില്ല. ഗൂഗിളിന്റെ സെർച്ചും അവരുടെ ഒരു ഇന്റർനെറ്റ് അവരുടേതായിരുന്നു. പക്ഷെ AI വന്ന സമയത്ത് ഒന്ന് പുറകോട്ട് പോയിരുന്നെങ്കിലും ഇപ്പോ ഗൂഗിൾ ആണ് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ഇന്നൊക്കെ വന്ന പല അപ്ഡേറ്റുകൾ അനുസരിച്ച് ChatGPT-യേക്കാൾ കൂടുതൽ വളരെ സ്പീഡിൽ കോഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഇപ്പോ പിന്നെ ഗൂഗിൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൂഗിളിന്റെ AI പ്ലാറ്റ്ഫോമുകൾ മാത്രമായിട്ട് ഒറ്റ പിന്നെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോഴ്സായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു 5 ഡേ പ്രോഗ്രാം തന്നെ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു
നെക്സ്റ്റ് ഒരു ലെവലിൽ നമ്മൾ മറ്റൊരു സെഷനിലായിട്ട് അത് ഇതേപോലെ അതിന്റെ ഒരു സാധ്യത നമ്മൾ ഇതിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നമ്മൾ മറ്റൊരു സമയത്ത് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നെക്സ്റ്റ് ഇതേപോലെ ഒരു മൺഡേ നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് വരാം എന്ന് തോന്നുന്നു. അങ്ങനെ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായമായിട്ട് ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോഴത്തെ സമയം 9:58 നമ്മൾ ജസ്റ്റ് ഒരു 9:10 തുടങ്ങി, കൃത്യം 10:10 കൂടി 1 hour കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഹാരിസ് MT ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോളൂ. നമ്മളുടെ കഴിഞ്ഞ എക്സ്പീരിയൻസ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. ഇതിൽ കുറെ ആളുകൾ താല്പര്യം എടുത്ത് ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുമിച്ചിരുന്നു കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് വിചാരിക്കുന്നത്. മാത്രമല്ല നേരത്തേനേക്കാളൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ടൂളുകളും പ്ലാറ്റ്ഫോമുകളും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അത് ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളൊരു 3-day റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് മാത്രമല്ലത്. ആക്ച്വലി ഇതൊരു 1 month ഓൺലൈൻ കോഴ്സ് കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഓഫ്ലൈൻ ഓൺലൈൻ ഹൈബ്രിഡ് സ്വഭാവത്തിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഓൺലൈനിൽ ആ ദിവസങ്ങളിൽ മതിയാത്തവർക്ക് ഓഫ്ലൈനും, ഓഫ്ലൈൻ മതിയാത്തവർക്ക് ഓൺലൈനും കൂടി ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 1 month കോഴ്സ് ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇനി മീറ്റിംഗ് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഹാരിസ്, നിങ്ങള് ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്കും കഴിഞ്ഞ ഇതിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിചയപ്പെടുത്തും ചെയ്യാട്ടോ. നിങ്ങളെ ബ്രാൻഡിങ് നടക്കട്ടെ. അല്ല, ക്യാമറ ഓൺ ചെയ്താലേ നിങ്ങളെ സുന്ദരവദനം ഒന്ന് കാണായിരുന്നു. പിന്നെ ഞാൻ റെസ്റ്റിലാണ്, ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. അപ്പൊ എന്നാലും യൂസ്ഫുൾ ആവുമല്ലോ എന്നുള്ളത് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. സോയർ സാറ് നടത്തുന്ന ഫിസിക്കൽ ക്യാമ്പ് സ്വഭാവത്തിലുള്ള, അപ്പൊ സാറ് പറഞ്ഞല്ലോ 3 days ക്യാമ്പിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. കാരണം പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് നമ്മുടെ സെഷനുകൾ ഉണ്ടായിട്ടുള്ളത് സാറിന്റെ. അപ്പൊ ഞാൻ വീണ്ടും അടുത്ത സെഷൻ സാറ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തല്ലോ, ഒക്ടോബർ മാസത്തിലുള്ള. അപ്പൊ അതിൽ വീണ്ടും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആവുക എന്നുള്ള നമ്മുടെ തന്നെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ആഗ്രഹവും ആംബിഷനും ഉള്ളവരാണ് ഇപ്പോൾ ഈ സെഷനിൽ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എത്ര ടെക്നിക്കലി എത്ര പിറകിലാണെങ്കിൽ പോലും നല്ല സപ്പോർട്ടാണ്. നമുക്ക് ടൈം എടുത്തിട്ട് തന്നെ 1 by 1 ചെയ്ത് പഠിക്കാനുള്ള, മൊബൈലിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് സാറ് പറഞ്ഞ സ്റ്റെപ്പുകൾ 100% സക്സസ്ഫുൾ ആകുന്നത് വരെയുള്ള ടൈം നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഫിസിക്കലി 3 days ഒക്കെ നമ്മൾ ഒത്തുകൂടുമ്പോൾ സാധ്യമാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ എന്തായാലും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് അവിടുന്ന് കാണാം എന്ന പ്രതീക്ഷയോടുകൂടി കൂടുതൽ സംസാരിക്കുന്നില്ല. വലിയൊരു സുഖമല്ല, റെസ്റ്റിലാണുള്ളത്. അപ്പോ എല്ലാവിധ സപ്പോർട്ടും സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരെയും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാനും കൂടി ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണുള്ളത്. എഡ്യൂക്കേഷൻ ഓൺലൈനായിട്ട് 10-35 രാജ്യങ്ങൾ കൊടുക്കുന്ന അലിഫ് എന്ന് പറയുന്ന അലിഫ് ഓൺലൈൻ മോറൽ സ്കൂളും ഉണ്ട്. അതുപോലെ തന്നെ അലിഫ് മോറൽ അക്കാഡമി എഡ്യൂക്കേഷൻ സെക്ടറിൽ വിവിധ കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയർ സാറിൽ നിന്ന് കിട്ടുന്ന ഓരോ ടൂളും നമുക്ക് പ്രാക്ടിക്കലി തന്നെ 100% സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ താങ്ക് യു. പിന്നെ ഏതായാലും പെട്ടെന്ന് ശമനം കിട്ടട്ടെ അസുഖമൊക്കെ. ഓക്കെ, കബീർക്ക എന്തൊക്കെ വിശേഷം? കഴിഞ്ഞ പ്രാവശ്യം വരാൻ പ്ലാൻ ചെയ്താണെന്ന് തോന്നുന്നു അല്ലേ? സുഖമാണ്. കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല. ഓക്കെ, പ്രാവശ്യം കാണാം. എന്റെ അടുത്ത പ്രാവശ്യം പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. അതിൽ നമ്മൾ കാണുന്നത് ഒരു 1500 രൂപ അഡ്വാൻസ് പേയ്മെന്റ് ആണ് ഇപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള സെയിം ഫീസ് തന്നെയാണ്. പിന്നെ ടോട്ടല് ഈ 1 month കോഴ്സിന് 3 day റെസിഡൻഷ്യൽ പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം 7,500 ആണ്. അതിൽ 1500 ആണ് അഡ്വാൻസ് ആയിട്ട് അടക്കേണ്ടത്. ബാക്കി സ്പോട്ടിലാണ് ചെയ്യേണ്ടത്. നേരത്തെ ഉള്ളത് പോലെ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താണെങ്കിലും അത് ബെനിഫിറ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ പ്ലാൻ കൂടി
ഇപ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മളൊരു ടീമായിട്ട് തന്നെ ഫോം ചെയ്തിട്ട് ഇത്തരത്തിലുള്ള നേരത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിന്റെ വലിയൊരു ആവശ്യകത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ടീമിനെ ജനറേറ്റ് ചെയ്യാനുള്ള നല്ലൊരു ട്രെയിനേഴ്സ് ടീമിനെ ബിൽഡപ്പ് ചെയ്യാൻ കൂടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് ബിസിനസ്സിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ധാരാളം ആവശ്യക്കാരുണ്ട്. അപ്പൊ അത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ സെഷനിൽ തന്നെ ഒരുപക്ഷെ ഇതിന്റെക്കാളും പൈസ ഇപ്പൊ നമ്മൾ ഈ 3 ദിവസത്തിന് അവിടെ കൊടുക്കുന്നതിനേക്കാളും ക്യാഷ് നമുക്ക് ഒറ്റ സെഷനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാപ്പബിലിറ്റിയിലേക്ക് നമുക്ക് വളരാൻ തീർച്ചയായും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ പിന്നെ സുഹൃത്തുക്കളിലേക്ക് കൂടി അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം സക്സസ് ആക്കാം എന്നാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളെ കൂടി അതിലേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഈ 3-day റെസിഡൻഷ്യലിന്റെ ഒരു മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എല്ലാവരും കൂടി അതും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. അതിന്റെ ഒരു ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ അത് അവതരിപ്പിക്കാം. ഓക്കെ, റെഡിയാണോ എല്ലാവരും? ഒരു 5 മിനിറ്റും കൂടി. അതിനുശേഷം ആർക്കെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് പിന്നെ ഒരു നേരത്തെ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തതിനേക്കാളൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഇപ്രാവശ്യം നമുക്ക് ഉൾച്ചേർക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻസ്. കാരണം ഓരോ ദിവസവും ടെക്നോളജി മാറി മാറി വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓരോ ദിവസവും നമുക്ക് അപ്ഡേറ്റുകൾ ഉണ്ട്. അപ്പോൾ അത് ഇന്നലത്തേനേക്കാളും എന്തുകൊണ്ട് ഒരു മെച്ചപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് പിന്നെ സാധ്യത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ടെക്നിക്കലി പുതിയ പുതിയ ചലനങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഔട്ട്ഡേറ്റ് ആയി പോവുകയാണ് ചെയ്യുക. അപ്പൊ മെയിൻ ആയിട്ട് 5 ഒരു ഏരിയകൾ നമ്മൾ പറഞ്ഞല്ലോ. അതിലൊന്ന് പ്രസന്റേഷൻ മേഖലയാണ്. നമുക്ക് പ്രസന്റേഷൻ സ്കില്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അതിന് ടെക്നിക്കൽ ഇന്റഗ്രേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് വളരെ സ്മൂത്ത് ആയി ചെയ്യാം. അതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസൈനിങ് ഡൈനാമിക് പ്രസന്റേഷൻ വിത്ത് AI അതിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ കണ്ടന്റിനെ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് സ്റ്റോറി ടെല്ലിംഗ് മോഡലിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ PPTയെ തന്നെ കുറച്ചും കൂടിയും പിന്നെ AI ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമേഷനോട് വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ക്യാൻവയിൽ തന്നെ AI ഉപയോഗിക്കുന്ന സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗാമ ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രസന്റേഷൻ മേഖലയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗാമയിലെ നമുക്ക് നോർമൽ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലിമിറ്റഡ് ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാകുക. പക്ഷെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു അൺലിമിറ്റഡ് വേർഷൻ പിന്നെ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു വേർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസിലും നമുക്ക് ഒരു പിന്നെ ലിമിറ്റേഷന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ID കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കൂടി തീരുമാനിക്കുന്നുണ്ട്. ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് മറ്റൊരു ഒരു ആനുകൂല്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഓഫറായിട്ട് തരുന്നത് നിങ്ങൾക്ക് ക്യാൻവ പ്രോ അത് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ 4000 വരും. അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടിന് വേർത്താവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇത് മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബോണസ് ആയിട്ട് മാത്രം എടുക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കൊരു പ്രസന്റേഷന്റെ മേഖലയിൽ മാത്രമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. മറ്റൊരു സംഗതി എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ വിത്ത് AI ആണ്. അതായത് നമുക്ക് ഓൺലൈൻ സെഷന് അതുപോലെ തന്നെ പിന്നെ ഓഡിയൻസിനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അഡ്വാൻസ് AI ടൂളുകൾ ഉണ്ട്. പെട്ടെന്ന് ഓഡിയൻസിനെ കയ്യിലെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രസന്റേഷൻ നടത്തുന്ന ഒരാളുടെ ട്രെയിനറുടെ സ്കില്ലാണ്. അങ്ങനെ കയ്യിലെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ ഇപ്പൊ ചെയ്യുന്ന ഒരു ട്രെയിനിങ് ഒരു ദിവസമോ 2 ദിവസമോ നീട്ടിക്കൊണ്ടു പോകാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. അതിന് നമുക്ക് എങ്ങനെ ടെക്നിക്കൽ ടൂളുകൾ യൂസ് ചെയ്യാം, അതിന് സഹായകമാവുന്ന ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. മെന്റിമീറ്റർ പോലുള്ള, വീൽ ഓഫ് നെയിംസ് പോലുള്ള, കഹൂട്ട് പോലുള്ള, ബാക്ക്ഗ്രൗണ്ട് പോലുള്ള, സർവേ ഹാർട്ട് പോലുള്ള, ജോട്ട് പ്രോ പോലുള്ള ഒരുപാട് ടൂളുകൾ നമുക്ക് ഈ ഒരു മേഖലയിൽ കാണാൻ കഴിയും. അപ്പൊ ഇതും നമുക്ക് ഒരു പിന്നെ സാധ്യതയായിട്ട് കാണാൻ കഴിയും. ഓക്കെ, മൂന്നാമത്തെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസൈനിങ് വിത്ത് AI ആണ്. നമുക്കറിയാം ബ്രാൻഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾക്ക് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റുകൾ നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഡിസൈനിങ് വർക്കുകൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ഉഷാറായിരിക്കും. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവയുടെ സംവിധാനങ്ങൾ യൂസ് ചെയ്യാം. AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്കൊരു പവർഫുൾ പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. നേരത്തെയൊക്കെ AI ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഒന്നും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നില്ല. പക്ഷെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഫ്ലയറുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ
നമുക്ക് ടൂളുകളുണ്ട്. അതിന് പറ്റുന്ന സീക്രട്ട് പിന്നെ പ്രോംപ്റ്റ് കോഡുകളുടെ ഒരു കളക്ഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യും. അതുകൂടി നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു വർഷത്തേക്കുള്ള ഫ്ലയറുകൾ ക്രിയേറ്റ് ചെയ്യാം. ഒരുപക്ഷെ നമുക്കറിയാം ഈ ഒരു ഫ്ലയർ മേക്കിംഗ് ഒക്കെ നമുക്ക് പുറത്ത് ഒരു ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പൈസന്റെ വിഷയം മാത്രമല്ല, സമയത്ത് കിട്ടാത്ത പ്രശ്നങ്ങളും ഒപ്പം തന്നെ ആ ഒരു സംഗതി വീണ്ടും കറക്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ ഉള്ള ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് കാണാം. അതിനോടൊപ്പം തന്നെ ഒരു സെഷന് ഒരു 500 രൂപ വരെയൊക്കെ നമുക്കൊരു ഫ്ലയറിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ചെലവാക്കേണ്ടതുണ്ട്. അതേ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവർ ചെയ്യുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള സാധനം നിലവിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇവൻ നിങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ബൾക്കായിട്ട് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യണം. അതിന്റെ ഓട്ടോമേഷനിലൂടെ ചെയ്യണമെങ്കിൽ അത് നമുക്ക് അതിലുള്ള ടിപ്സ് അടക്കം ഇതിനകത്ത് വരുന്നുണ്ട്. 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മീഡിയ ക്രിയേഷൻ ആണ്. ഓഡിയോ, വീഡിയോ, റീൽസ് സ്വഭാവത്തിൽ നമുക്ക് എങ്ങനെ മൾട്ടിമീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എങ്ങനെ എയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഏരിയ കൂടിയാണ് ഇതിൽ വരുന്നത്. അതിൽ മ്യൂസിക് ജനറേറ്റ് ചെയ്യുക, പോഡ്കാസ്റ്റ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കോണ്ടന്റുകൾ, റീല്, വോയിസ് ഓവറുകൾ, വോയിസ് മാജിക്കുകൾ, അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മളൊരു വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടി പിന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രൊഫഷണൽ വോയിസ് ആക്കി മാറ്റിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടക്കമുള്ള ടൂളുകൾ അവൈലബിൾ ആണ്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. 5ാമത്തെ മൊഡ്യൂൾ AI മാസ്റ്ററി ആൻഡ് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അതായത് നമ്മൾക്ക് AI മേഖലയിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആകാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് AI മാസ്റ്ററി എന്ന് പറയുന്ന, അല്ലെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഡാറ്റകൾ എടുക്കാം എന്ന് പറയുന്ന ഒരു സ്കില്ല്. അതിന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയാം. അപ്പൊ അതിന്റെ ഒരു ബേസിക് കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തും. ഒപ്പം തന്നെ നമുക്ക് ഇത് കൂടി നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനും ആ പേഴ്സണൽ ബ്രാൻഡിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 5 മൊഡ്യൂളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഒരു സെഷൻ ത്രൂ ഔട്ട് പോവുക. ഓക്കെ, അപ്പൊ അതിലാണെങ്കിൽ നിങ്ങൾ അതിലൊരു ബ്രാൻഡായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ നടത്തിയ പ്രോഗ്രാമിന്റെ ഒരു ഫ്ലയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിയുടെ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇന്ന മേഖല എന്നില്ല. നിങ്ങൾ ഏത് മേഖലയാണ്, ടീച്ചർ ആണെങ്കിലും, ട്രെയിനറാണെങ്കിലും, ബിസിനസ്സിലാണെങ്കിലും, ആക്ടിവിസ്റ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ ഹോം മേക്കേഴ്സ് ആണെങ്കിലും, എവിടെയാണെങ്കിലും നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് അതിൽ 10-ാം തീയതി ഒക്ടോബർ 10-ന് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 12-ാം തീയതി ഈവനിങ് 5 മണിക്കോട് കൂടി അവസാനിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രോഗ്രാം. നമുക്കൊരു ട്രെയിനിങ് ടൈം മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 25 അവർ നമുക്ക് ട്രെയിനിങ് സെഷൻ ആയിട്ട് കിട്ടും, പ്രാക്ടിക്കൽ അടക്കം. അപ്പൊ ഇത് നമുക്ക് ആക്ച്വലി ഒരു 1 ഡേ വർക്ക്ഷോപ്പ് ഒക്കെ നമുക്കൊക്കെ അറിയാം 5 മണിക്കൂറാണ് കിട്ടുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 10 മണിക്ക് അറ്റൻഡ് ചെയ്ത ഒരു പരിപാടിയിൽ 4 മണി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യുന്ന പല പരിപാടികളിലും 1 ഡേ വർക്ക്ഷോപ്പിലുള്ള ഫീസ് എന്ന് പറയുന്നത് 3000-ഉം അതിന്റെ മുകളിലേക്കുമാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു 1 ഡേ വർക്ക്ഷോപ്പിന്റെ സ്ഥാനത്ത് അതിന്റെ ഒരു 5 ടൈംസ് ആണ് ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. അതായത് 25 മണിക്കൂർ എന്ന് പറയുന്ന ഒരു 5 ഡേയ്സിന്റെ പിന്നെ വേർത്തായിരിക്കും നമുക്കുള്ളത്. പക്ഷെ നമുക്ക് ആ ഒരു 1 ഡേന്റെ ഒരു പിന്നെ എന്താണ് പറയാ, അതിന്റെ ഒരു ഭക്ഷണത്തിന്റെ ഒരു എക്സ്പെൻസ് മാത്രം ഒരു പക്ഷേ അധികം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ഡേ ആണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ സ്വയം പഠിക്കുക, നമുക്ക് വേണ്ട കണ്ടന്റ് അവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡാണ്, ഒരു കൊളാബറേറ്റീവ് ലെവലിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ്, റൂം ഫെസിലിറ്റി, ക്യാമ്പ് ആംബിയൻസ് എന്നുള്ളതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ടാണ്. അതിന്റെ ഹാളും അതിന്റെ സ്ഥാപനത്തിന്റെ ഒരു ഔട്ട്ലുക്കുമാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടീം ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാനും നമുക്ക് തന്നെ നമ്മളുടെ ഒരു പിന്നെ പരസ്പരം നെറ്റ്വർക്കിങ്ങോട് കൂടി ബന്ധപ്പെടാനും ഒക്കെ ഉള്ള ഒരു അവസരം ഇതിനകത്ത് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ തന്നെ ഒരു പിന്നെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു 30 ഡേ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വാട്സാപ്പിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ പിന്നെ കുറച്ച് അഡീഷണൽ മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഉള്ള രീതിയിലാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവ ഉൾക്കൊള്ളുന്നതുണ്ട്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിന്റെ ബേസിക് സംഗതികൾ നമുക്ക് കടന്നു വരാം. ക്ലാസ് റൂമിൽ ലേൺ പ്രോംപ്റ്റിംഗ് ടെക്നിക്സ്, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലെസൺ പ്ലാനുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, PPT പ്രസന്റേഷൻസ്, ഇ ബുക്സ് ക്രിയേറ്റ് ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായ ബ്രോഷേഴ്സ്,
അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു മൊബൈൽ ക്യാമറ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ നമുക്കുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഇമേജ് ജനറേഷന്റെ സാധ്യതകൾ, വോയിസ് ജനറേഷന്റെ സാധ്യതകൾ, വീഡിയോ ജനറേഷന്റെ സാധ്യതകൾ, ആങ്കറിങ് സ്ക്രിപ്റ്റ് പോലുള്ള കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ, ഇങ്ങനെ തുടങ്ങുന്ന വലിയ ഒരു സാധ്യതയാണ് നമുക്ക് AI നമ്മളെ മുന്നിൽ തുറന്നു തരുന്നത്. അതിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്തത്. ആക്ച്വലി കഴിഞ്ഞൊരു 1-2 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ 200-ൽ പരം ട്രെയിനിങ് സെഷൻസ് AI വിഷയത്തിൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയ ഒരു സന്തോഷം കൂടി കൂട്ടുകാരെന്ന നിലക്ക് ഷെയർ ചെയ്യാണ്. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും CBSE സ്കൂളുകളിലും ഇത്തരത്തിലുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയും അതിൽ നിന്ന് കിട്ടുന്ന ഓഡിയൻസിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാവുന്ന ഒരുപാട് ഇൻസൈറ്റുകൾ നമുക്ക് പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ 3-day റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിന്റെ ഒരു വേർത്ത്നെസ് നോക്കുകയാണെങ്കിൽ ഒരു 20,000 എബോ നമുക്ക് ഇതിന്റെ എക്സ്പെൻസ് നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതാണ് നമ്മൾ അതിന്റെ ഒരു എക്സ്പെൻസ് ജസ്റ്റ് മീറ്റ് ചെയ്യലും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അത് 7,500-ൽ കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഓഫർ ഫീ ആയിട്ട് നമ്മൾ 7,500-നാണ് അത് സെല് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അഡ്വാൻസ് ഫീ 1,500 രൂപ നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ പേ ചെയ്തുകൊണ്ട് നമുക്ക് സീറ്റ് കൺഫേം ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വന്ന ആളുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ 1,500 രൂപ പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാമിന്റെ ഭാഗമാവാം. ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഈ നമ്പറിലേക്ക് GPay ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. എന്നാണെങ്കിൽ ഇന്നത്തെ സെഷന്റെ ഒരു ഫീഡ്ബാക്ക് കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ജസ്റ്റ് നിങ്ങൾ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും. സ്ക്രീൻഷോട്ട് എടുത്തുകണെങ്കിൽ ഞാനത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ബാക്കി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സെഷൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടി ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു 1 hour സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് വന്ന ആളുകൾ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഐഷ, വിന്നറായ ആള് ക്വിസില്. സർ എന്തോ പ്രൈസ് അനൗൺസ് ചെയ്യുന്ന അപ്പോഴേക്ക് ഞാൻ ചാടിക്കേറി ആൻസർ ചെയ്ത് തോന്നുന്നു. പ്രൈസ് അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ക്യാപ്പാണ് ഇന്നത്തെ പ്രൈസ്. പിന്നെ നമ്മള് നിങ്ങളെ നെക്സ്റ്റ് ടെക് അഫയർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു പ്രൈസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒരു ഒരു ഫീഡ്ബാക്ക് കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയുന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാവരും. ഫർസാന ഒരു 668 ഉണ്ട്, അതാരാന്ന് അറിയുന്നില്ല. ജീന, മെഹബൂബ്, മുംതാസ്, ലത്തീഫ് സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഫർസാന, ഐഷ. ഞാന് ഐഷ, ഞാനൊരു ലാംഗ്വേജ് ട്രെയിനർ ആണ്. ആദ്യം പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ ഞാൻ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 3-day വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 2 വർഷം മുന്നേ ആണ് തോന്നുന്നു. വേർത്തായിരുന്നു. ഇനിയും അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, വേറെയും കുറെ ബിസി ആയി പോയതുകൊണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ അത് പ്രാക്ടിക്കൽ തലത്തിലൊക്കെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അത് എനിക്ക് അത് വീണ്ടും ഒന്ന് ചെയ്താൽ കൊള്ളാന്നുണ്ട്. പിന്നെ സാറ് പല മേഖലയിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്, സാറുടെ അടുത്ത് ആവശ്യപ്പെടാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് ഞാൻ വിചാരിക്കുന്ന ഒന്നുകൂടി മെച്ചപ്പെടുത്തി എടുക്കാന്ന് സാർ പറഞ്ഞ മാതിരി എല്ലാ മേഖലകളിലും ഇപ്പൊ അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നല്ല സെഷൻ ആയിരിക്കും. I totally recommend this to each one of you. If you want to attend the class, then it will benefit you in all possible ways in whatever field you are. Thank you so much. ഓക്കെ, ഫർസാന, ജീന, ജസ്റ്റ് എന്താണ് പ്രസി എക്സ്പീരിയൻസ് എന്ന് പറയും.
ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഞാൻ ജീനയാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. സാർ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരുന്നോ? ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസന്റ് ഞാൻ ഫസ്റ്റ് ഓക്കെ. ടൈം കേൾക്കുവാണ്. ഗാമ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഓക്കെ സാർ. പിന്നെ വേറെ മെഹബൂബ്, ഫർസാന എന്തെങ്കിലും പറയണ്ടോ? മുംതാസ്, ലത്തീഫ് ക എന്തൊക്കെ? ഹലോ, ഞാൻ ലത്തീഫ്. സുഹൈർ സാറിന്റെ ഈ സെഷൻ ഒന്ന് രണ്ട് തവണ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ്, പ്രാക്ടിക്കൽ ഒക്കെയാണ്. പങ്കെടുത്താൽ നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല എന്നാണ് എൻ്റെ ഒരു അഷുറൻസ്. ഏതായാലും ഞാനും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളും ഉണ്ടാവണം. താങ്ക് യു. ഓക്കെ, ഫർസാന എന്തെങ്കിലും ഒന്ന് പറയും. ഹലോ സർ, എൻ്റെ പേര് ഫർസാന. ഞാൻ MSc ബയോകെമിസ്ട്രി കഴിഞ്ഞ സ്റ്റുഡൻ്റാ. ദെൻ ഞാനിപ്പോ ഇതിന്റെ പകുതി വഴിക്കാ കയറിയത്. എനിക്ക് അതുകൊണ്ട് ഫുൾ കണ്ടന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഞാൻ അറ്റൻഡ് ചെയ്ത കണ്ടന്റിൽ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ്. ഓൾ ദ പുതിയ പുതിയ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റി, ഓരോ AI ടൂൾസിനെ. അപ്പൊ എനിക്കൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു AI കുറിച്ച് അറിയണം, എങ്ങനെയൊക്കെയാണ് അതെനിക്ക് ഫർദർ CSIR ഞാൻ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ PhD തീസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ഇതില് ഞാൻ കയറിയ. സോ യൂസ്ഫുൾ ആൻഡ് സോ താങ്ക്ഫുള്ളി അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു ക്ലാസ്സിൽ. ഞാൻ ഓൺലൈനിൽ ഞാൻ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബട്ട് എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല 3-day വർക്ക്ഷോപ്പ്. സോ ഐ എം സോറി ഫോർ ദാറ്റ്. ആൻഡ് ഓൾവേസ് എനിക്ക് ഓൾ ദ തിങ്സ് ആർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, നിങ്ങൾ കൊല്ലത്താണോ? ഞാൻ ട്രിവാൻഡ്രത്താ. ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ, ട്രിവാൻഡ്രം എവിടെയാണ്? ട്രിവാൻഡ്രം മണക്കാട്. ഓക്കെ ഓക്കെ, സംസാരത്തിന് മനസ്സിലായി ആ സൈഡാണെന്ന്. കൊല്ലം തിരുവനന്തപുരം ഭാഗമാണ്. ഓക്കെ ഓക്കെ. ഓക്കെ, പിന്നെ ഇതില് റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ അതൊന്ന് ഹസ്ബൻഡുമായിട്ട്, ഞാൻ മാരീഡാ, അപ്പൊ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ നോക്കാം. എനിക്ക് ഓക്കെ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ ഞാൻ വർക്കിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാം. ഓക്കെ ഓക്കെ. കഴിഞ്ഞ വർഷം കൊല്ലത്തിൽ നിന്ന് ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ അല്ല അറിയുന്നത്. അതല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്ന് പറയാം, കൊല്ലത്തുനിന്നും ആലപ്പുഴയിൽ പങ്കെടുത്തിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ വേറെ മെഹബൂബ് ഒന്ന് ഇല്ല? ഓക്കെ, താങ്ക് യു ഫോർ ഫീഡ്ബാക്ക്. മെഹബൂബ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളി. മുംതാസ്. ഞാന് ഇതില് ഗുഡ് ഈവനിങ്. പിന്നെ ഇതില് പങ്കെടുത്ത വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ഇങ്ങനെ ഒരു വെബ് സീരീസിൽ പങ്കെടുത്തപ്പോഴാണ് ChatGPT കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത്. അപ്പൊ ChatGPT തുടങ്ങുന്ന സമയമായിരുന്നു. സെഷനിലൂടെ നിങ്ങളെ വെബിനാറിലൂടെ ChatGPT ആദ്യമായിട്ട് അറിഞ്ഞത്. അന്ന് വിശദമായി പറഞ്ഞു തന്നു ChatGPT എന്താണ്. അതിനു മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ സ്കൂളിന്റെ ട്രെയിനിങ് സെഷനിൽ ഇതിങ്ങനെ അവതരിപ്പിച്ചു. അപ്പൊ കുറച്ച് വിരലിലുണ്ടാവുന്ന ടീച്ചേഴ്സ് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ വിവരങ്ങളൊക്കെ സ്റ്റാറായി. ഇപ്പോഴും ടീച്ചേഴ്സ് ChatGPT എന്ന് പറയുമ്പോ എന്നെയാണ് ഓർക്കുന്നത്. ഇപ്പോഴെല്ലാരും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അന്നേരം ആർക്കും അറിയില്ലായിരുന്നു. നിങ്ങൾ എവിടെ സ്കൂളിലാണെന്ന് പരിചയപ്പെടുത്തിക്കോളി. ഷാർജ ഇന്ത്യൻ സ്കൂൾ. ഞാൻ ഷാർജയിലാണ് സയൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാന് ഓൺലൈനിൽ എപ്പോ കിട്ടിയാലും ഞാൻ കയറാറുണ്ട്. നിങ്ങളെ എഡ്യൂടെക്കില് അതിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ AI കുറിച്ച് ഒരുപാട് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പിന്നെ സ്കൂളിലെ ട്രെയിനിങ് സെഷനിലെ മെമ്പറും കൂടിയാണ്. അപ്പൊ PPT നമ്മളിപ്പോ ഇവിടെ സ്കൂളിൽ ഓരോ എല്ലാ ദിവസവും നമുക്ക് PPT ഉണ്ടാക്കണം. PPT ഉണ്ടാക്കി എല്ലാ ദിവസവും നമുക്ക് ഒരു ചാപ്റ്റർ ആണെങ്കിൽ, ഒരു സബ്ജക്ട് ആണെങ്കിൽ അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് ഓരോ ദിവസം Day 1 Day 2 എന്ന് പറഞ്ഞ് PPT ഉണ്ടാക്കണം. അപ്പൊ അത് പിന്നെ കാൻവയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ടീച്ചേഴ്സിന് ഫ്രീ ആണല്ലോ കാൻവ. പ്രസന്റേഷന്റെ കുറെ അഡ്വാൻസ് ടൂളുകളും പിന്നെ സംഗതികളും ഉള്ള ഒരു മൊഡ്യൂൾ ഉണ്ട്. നമ്മള് പിന്നെ ഓൺലൈനിലും പിന്നെ ഓൺലൈനിൽ കൂടി ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ വിചാരിക്കുന്നുണ്ട്. ഓഫ്ലൈൻ ചെയ്യുന്ന അതേ പ്രോഗ്രാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 1 month നിൽക്കുന്ന രീതിയിൽ
അതന്നെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഓൺലൈനിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ അതല്ലേ ജോയിൻ ചെയ്യാം. നിങ്ങള് ഓൺലൈനിൽ മാത്രമേ പറ്റുള്ളൂ. ഓഫ്ലൈനിൽ അതെ ഇപ്പൊ അതെ നെക്സ്റ്റ് വെക്കേഷൻ ഡിസംബറിൽ വരുന്നുണ്ട്. ഡിസംബർ വെക്കേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മഹബൂബ്, മഹബൂബ് ഉണ്ടോ? ഓക്കെ, നമുക്കിന്ന് അവസാനിപ്പിക്കാം. പിന്നെ എന്താണെങ്കിലും വളരെ സന്തോഷം. ഇന്നത്തെ ഒരു പിന്നെ സെഷൻ 1 hour സെഷൻ ആണെങ്കിലും പിന്നെ വളരെ ആക്റ്റീവായിട്ട് തന്നെ A to Z പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാവരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.